ബിന്ദു കൃഷ്ണയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ച ചെറിയാൻ ഫിലിപ്പ് ആകെ നാണം കെട്ട് നാറി. പക്ഷേ ചെറിയാൻ ഫിലിപ്പിനോട് ഭയങ്കര സഹതാപമായിരുന്നു കേരളത്തിലുള്ളവർക്ക്, ആർക്ക്? കേരളത്തിലെ മീഡിയയ്ക്ക്. സുരേഷ് മീഡിയയ്ക്ക്. ഗോപിയോട് ഇല്ലാത്ത. അതെ അതെ. അല്ല, ഇത് പോട്ടെ, ബിന്ദുകൃഷ്ണ മാത്രമല്ല, ആദ്യം ഞാൻ കണ്ടത് ഷാനിമോൾ ഉസ്മാനെ കെട്ടിപ്പിടിക്കാൻ നോക്കുന്ന കാര്യമാണ്. അപ്പോൾ ഷാനി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വല്ലാത്തൊരു വിമിഷ്ടത്തോടെ മാറാൻ നോക്കുന്ന മീഡിയ കണ്ണുകളുണ്ടല്ലോ. അപ്പോൾ ഒരു സഹപ്രവർത്തകൻ്റെ അതിക്രമങ്ങളെ നമുക്ക് അതിക്രമമായി കാണാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വളരെ മോശമായിരുന്നു കേട്ടോ. കാരണം അവിടെ ഉമ്മ നോക്കുന്നു, ഇവിടെ ഉമ്മ നോക്കുന്നു, എന്നാൽ പുരുഷന്മാരെയൊന്നും അങ്ങനെ ആലിംഗനം ചെയ്യുന്നു ഒന്നുമില്ല. പിന്നെ ബിന്ദു കൃഷ്ണയാണ് കുറച്ചൊന്ന് സീരിയസ് ആയിട്ട് പ്രതികരിച്ച്, എന്തോ അതിനെതിരെ പിതൃ ഇതായിട്ടാണ് ചെയ്തത്. അത് ഷാനിമോളുടെ അച്ഛനാവാനുള്ള പ്രായമൊന്നും അദ്ദേഹത്തിനില്ല എന്ന് ഫേസ്ബുക്ക് ഉണ്ടോ, അതൊന്ന് പോസ്റ്റ് ഇട്ടേക്കുന്നത് വിജയലഹരിയിൽ പരിസരബോധം മറന്നു ചെറിയാൻ ഫിലിപ്പ്. അതിന്റെ സ്ത്രീകളെ കാണുമ്പോൾ മാത്രമേ പരിസരം ബോധം മറന്നുള്ളൂ. തെരഞ്ഞെടുപ്പ് വിജയലഹരിയിൽ പരിസരബോധം മറന്നാണ് ഇന്ദിരാഭവനിൽ അനേകം ക്യാമറകൾക്കും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാ കോൺഗ്രസ് MLA-മാരെയും ആൺ പെൺ വ്യത്യാസമില്ലാതെയല്ല, പെണ്ണുങ്ങൾക്ക് പ്രത്യേകതരം വികാര പ്രകടനവും പുരുഷന്മാരോട് പ്രത്യേകതരം കുറച്ച് കുറഞ്ഞ വികാര പ്രകടനമായിരുന്നു. ഏതായാലും ആൺ പെൺ വ്യത്യാസമില്ലാതെ കോൺഗ്രസ് MLA-മാരെ സ്നേഹത്തോടെ ആലിംഗനം ചെയ്തതെന്നാണ് പറയുന്നത്. ഇതിൽ എന്റെ ഭാഗത്ത് എന്തെങ്കിലും അനൗചിത്യം ഉണ്ടെങ്കിൽ പൊതുസമൂഹം ദയവായി പൊറുക്കണം. സുരേഷ് ഗോപിയോട് പൊറുക്കാത്തവരാണെന്ന് ഓർക്കണം. നിർവിശേഷമായ പിതൃവിശേഷമായ സ്നേഹപ്രകടനമാണ്. പിതാവ് എന്താണ് ചെയ്യുന്നതെന്ന് ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഒഫീഷ്യലായിട്ട് കുട്ടികളും ഇല്ല അല്ലേ. അപ്പൊ എന്താണ് പിതാവിന്റെ വികാരത്തോടെ എങ്ങനെയാണ് പെൺമക്കളെ കെട്ടിപ്പിടിക്കുന്നതെന്ന് അറിയില്ല. ഞങ്ങൾക്കൊക്കെ അച്ഛന്മാരും ഞങ്ങളെ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിക്കുന്നൊക്കെ അനുഭവിച്ച വ്യക്തിയാണ്. പക്ഷെ ആ TV-യിൽ കണ്ടത് പിതാവ് ആലിംഗനം ചെയ്യുന്ന പോലെയാണെന്ന് എനിക്ക് തോന്നിയില്ല. പിതൃനിർവിശേഷമായ സ്നേഹപ്രകടനമാണ് താൻ നടത്തിയതെന്ന് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് ജെബി മേത്തർ MP അന്ന് തന്നെ പറഞ്ഞിരുന്നു. എന്റെ പെരുമാറ്റത്തിൽ ഒരു ദുരുദ്ദേശവും ഉണ്ടായിരുന്നില്ലെന്ന് ബിന്ദു കൃഷ്ണയും തികച്ചും സ്വാഭാവികമായ പ്രവൃത്തിയാണെന്ന് ഷാനിമോൾ ഉസ്മാൻ ബിന്ദു ആണല്ലോ ആദ്യമായിട്ട് ശക്തമായി പ്രതികരിച്ചത്. പിന്നെ അവർക്ക് തോന്നിയിട്ടുണ്ടാകും കാരണം ഒരു സഹപ്രവർത്തകനാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും ബിന്ദു അങ്ങനെ സോഫ്റ്റ് ആയത്. നമ്മളെല്ലാവരും മീഡിയയിൽ ബിന്ദുവിന്റെ പ്രതികരണവും ഷാനിമോളുടെ പ്രതികരണവും റിയാക്ഷൻ കണ്ടതാണ്. അതായത് വർഷങ്ങളായി പരിചയമുള്ള ഇവരെല്ലാം എന്റെ കുഞ്ഞനുജത്തിമാരാണ്. ഇന്ന് ഇന്ദിരാഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സഹോദരൻ, നേരത്തെ അദ്ദേഹം പറഞ്ഞു പിതാവാണെന്ന്. ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഇന്ന് ഇന്ദിരാഭവനിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇവരോടെല്ലാം ആഹ്ലാദപൂർവ്വം സൗഹൃദം പങ്കുവച്ചു. അരനൂറ്റാണ്ടിന് മുമ്പ് രാഷ്ട്രീയ പീഡനത്തിൽ നട്ടലിനും സുഷുമ്നാകാണ്ഡത്തിനും ക്ഷതമേറ്റതിനെ തുടർന്ന് ക്രമേണ അരയ്ക്ക് താഴെയുള്ള നാഡീവ്യവസ്ഥ തകർച്ചയിലായി. കാലുകളിലെ പേശികൾ ശോഷിച്ചു. തുടർച്ചയായ ചികിത്സ കൊണ്ടാണ് ഇപ്പോഴും എഴുന്നേറ്റ് നടക്കുന്നത്. ഒറ്റയാനായി സന്യാസ സദൃശമായ ജീവിതം നയിക്കുന്ന എന്നെ ഒരു സ്ത്രീലമ്പടനായി ചിത്രീകരിക്കാനുള്ള ചില സാമൂഹ്യ മാധ്യമങ്ങൾ ചിത്രീകരിച്ച് അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാവരുടെയും കൺമുമ്പിലുള്ളപ്പോൾ പലവർക്കും തോന്നി, ഞാൻ ഉൾപ്പെടെയുള്ളവർക്ക് തോന്നി അതെ, ദിവസങ്ങളായി ഉറക്കം നഷ്ടപ്പെടുത്തി. എനിക്ക് സാന്ത്വനമരളിയ എന്നെ അറിയാവുന്ന അഭ്യുദയകാംക്ഷികളോട് നന്ദി. ഇതാണ് ചെറിയാൻ ഫിലിപ്പിന്റെ പ്രതികരണം ആ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. പ്രിയൻ, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു സെലിബ്രിറ്റിയാണ്. അദ്ദേഹം MP ആവുന്നതിന് മുമ്പ് പോലും ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിനെ കാണുമ്പോൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കാനും ആലിംഗനം ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശത്തിന് വേണ്ടിയും വീർപ്പ് മുട്ടി നിൽക്കുന്ന ജനതയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞോട്ടെ, സുരേഷ് ഗോപി ആൾക്കാർ ഒന്ന് കെട്ടിപ്പിടിക്കാറുണ്ട്, സുരേഷ് ഗോപി ഇരുന്നെല്ലാം സ്നേഹത്തോടെ പ്രകടിപ്പിക്കാറുണ്ട്. ഈ കേരളത്തിലെ ഒരു മനുഷ്യൻ പോലും ഒന്ന് തയ്യാറാവാത്ത ഒരു പ്രവൃത്തി സുരേഷ് ഗോപി രാഷ്ട്രീയത്തിലൊക്കെ വരുന്നതിന് വർഷം മുമ്പ് ചെയ്ത് HIV ബാധിതരായ 2 കുട്ടികളെ പോയി ആലിംഗനം ചെയ്ത് അവരെ കോരിയെടുത്ത് സുരേഷ് ഗോപി 2 കൈകളിലെടുത്ത് വെച്ചു. ഈ പറയുന്ന വലിയ മനുഷ്യസ്നേഹവും മതസൗഹാർദ്ദവും ഒക്കെ പറയുന്ന ഈ മാപ്രകളും വെറും നാറികളായി മാപ്രകൾ. ഈ നാറികൾ അന്ന് പരാതി കൊടുത്തിരുന്നു. നമ്മളും മാധ്യമ പ്രവർത്തകരാണ്. അല്ല, നമ്മൾ ആ വർഗത്തിൽ പെടുന്നില്ല എന്ന് തന്നെ വെച്ചോ. ആ നാറികളെല്ലാം കൂടെ ഈ ഇദ്ദേഹത്തെ എന്താ പറഞ്ഞ 5 മക്കളുള്ള അദ്ദേഹം പറയാറുണ്ട്, 30 എന്റെ മകള് ജീവിച്ചിരുന്നെങ്കിൽ മരിച്ചുപോയ മകള് ജീവിച്ചിരുന്നെങ്കിൽ 30 വയസ്സായിരുന്നേനെ. അപ്പോൾ എനിക്ക് ആ കുട്ടികളെ കാണുമ്പോൾ 30 വയസ്സുള്ള ആൾക്കാരെ കാണുമ്പോൾ എന്റെ സ്വന്തം മകളെയാണ് ഓർമ്മ വരുന്നതെന്നാ പറയുന്നത്. പ്രിയൻ, എൻ്റെ ഒരു മകൾ കുഞ്ഞായിരിക്കുമ്പോൾ മരിച്ചുപോയ കുഞ്ഞാണ്. ഇപ്പോഴും പെൺകുട്ടികളെ കാണുമ്പോൾ അവൾക്കിപ്പോൾ ഉണ്ടായെങ്കിൽ 27 വയസ്സുണ്ടാവും. ആ പ്രായത്തിലെ കുട്ടികളെ കാണുമ്പോൾ ഞാൻ പരസ്പരം ഇപ്പം തന്നെ ഇമോഷണലായി പരിസരം മറന്ന് അവരെ ചേർത്ത് പിടിക്കുകയും ഒന്ന് പിടിച്ചോട്ടെ ആൻറ്റി, ഒരു ഉമ്മ തന്നോട്ടെ എന്നൊക്കെ ചോദിക്കുകയും ചെയ്യും. അത് നാച്ചുറലാണ്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കൂടെ കടന്നുപോയ അച്ഛനോ അമ്മയ്ക്കോ മാത്രമേ അതിൻ്റെ വികാരം ഉൾക്കൊള്ളാൻ കഴിയുകയുള്ളൂ. ഞാനൊരു സെലിബ്രിറ്റി അല്ല, പക്ഷേ ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ മകളുടെ
ഫേസ് പോലും ഓർമ്മയില്ല, അത്രയും കുഞ്ഞായിരുന്നപ്പോൾ മരിച്ചു പോയതാണ്. സ്റ്റിൽ ആ പ്രായത്തിൽ പെൺകുട്ടികളെ കാണുമ്പോൾ തോന്നുമ്പോൾ അതുപോലെ ഒരു അച്ഛൻ്റെ വികാരത്തോടു കൂടി അദ്ദേഹം സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ ഈ മാധ്യമ പ്രവർത്തകർ, നമ്മളുടെ തന്നെ സമൂഹത്തിൽപ്പെട്ടവർ അതിലെന്തിനാണ് ദുഷ്ടലാക്ക് കാണുന്നത്? അല്ല, ഇന്ന് സുരേഷ് ഗോപി എന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുകയൊന്നും ചെയ്തില്ല. ഇല്ല, സുരേഷ് അവർ ഗോപി തൊട്ടതേ തോളിൽ ഉള്ളൂ, കൈവച്ചതേ ഉള്ളൂ. തോളിൽ കൈവച്ചതേ ഉള്ളൂ. ഈ ഇപ്പൊ ചെറിയാൻ ഫിലിപ്പ് കാണിച്ച പോലെ അവിടെ ഇവിടെയൊക്കെ ഉമ്മ വയ്ക്കാനുള്ള പരാക്രമം ഒന്നും കാണിച്ചാൽ അദ്ദേഹത്തിന്റെ ആവശ്യമില്ല. കാരണം അദ്ദേഹത്തിന്റെ ഒരു നോട്ടം കിട്ടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം കൂടി നിൽക്കുകയാണ്. പക്ഷെ ഇദ്ദേഹം അനുഭവിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, ഇവരുടെയൊക്കെ തോണ്ടലും പിച്ചലും എന്താ പറയുന്നത്, അങ്ങനെ ആശ്ലേഷങ്ങളൊക്കെ ഇദ്ദേഹവും സഹിക്കില്ലേ? അതൊരു പുരുഷ പീഡനത്തിലും വരുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവസരത്തിലും അനവസരത്തിലും ഒക്കെ ഈ ആരാധക ബന്ധം സുരേഷ് ഗോപിയെ മോബ് ചെയ്യാന്ന് തന്നെ പറയുന്നത് അല്ലേ? എല്ലാ ഇപ്പം മോഹൻലാൽ ആയിക്കോട്ടെ, മമ്മൂക്കി ആയിക്കോട്ടെ, ആരെയാണെങ്കിലും അവർ ഉപദ്രവമാണ് നമ്മൾ കാണാണ്ട്. അവരൊരു നോട്ടത്തിന് വേണ്ടിയിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക് കൂടുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഒന്ന് തൊട്ടേന് എന്തൊക്കെ പറഞ്ഞു, അതിന് പീഡനമാണ്, ലൈംഗിക ചേഷ്ടയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചേഷ്ടയും സുരേഷ് ഗോപിയുടെ ഭാഗത്തൊന്നും ഉണ്ടായില്ല. നമ്മളൊക്കെ ക്യാമറയിൽ കണ്ടുകൊണ്ടിരിക്കും, എത്ര പ്രാവശ്യം റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നു, അത് കണ്ടുകൊണ്ടിരിക്കില്ലേ? ഇപ്പൊ ഈ ഇലക്ഷന്റെ സമയത്ത് ശ്രീ PR ശിവശങ്കറിന് വേണ്ടി ശ്രീ സുരേഷ് ഗോപിജി വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് തുടങ്ങിയത്, നമ്മളുടെ മോട്ടോർക്കേഡ് തുടങ്ങിയത് ചേരാനെല്ലൂർ പഞ്ചായത്തിൽ നിന്നാണ്. ജനസഞ്ചി വരുന്നു എന്ന് പറയാം, ഇടിച്ചിടിച്ചിടിച്ച് കയറി വരും. അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ശരിക്കും മന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഒക്കെ വേണം. ആരും ഇല്ലാണ്ട് ഇവർക്ക് എല്ലാവർക്കും ഒപ്പം നിന്ന് സെൽഫി എടുക്കാനും ഇവരുടെ പിച്ച് കൊള്ളാനും എന്നുള്ള സ്നേഹം കൊണ്ടാണ് കേട്ടോ, തടവാനും പിടിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ അദ്ദേഹം ഇങ്ങനെ നിന്ന് കൊടുക്കുമായിരുന്നത് ഞാൻ എൻ്റെ കണ്ണാലെ കണ്ടതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ തോന്നിയത് മാറി നിൽക്കും, എന്തെന്നാണ് നിങ്ങൾ ഈ കാണിക്കുന്നതെന്ന് പറയാൻ തോന്നിപ്പോയി. പക്ഷേ അദ്ദേഹം അത് മാന്യതയോടുകൂടി അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഈ ചെറിയാൻ ഫിലിപ്പിനെ അദ്ദേഹത്തെ കമ്പയർ അല്ലേ പ്രിയൻ? അതൊരു മോശമാണ്. കാരണം അദ്ദേഹം കാണിച്ചത് തികച്ചും മോശമാണ്. ചെറിയാൻ ഫിലിപ്പിൻ്റെ ഒപ്പം തന്നെ ആ സമയത്തൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ആ സമയത്തൊന്നും അദ്ദേഹം ഇങ്ങനെ കാണിച്ചിട്ടില്ല കേട്ടോ. പറയണം, KSUവിലാണെങ്കിൽ പോലും പുരുഷന്മാരായിക്കോട്ടെ, പെൺകുട്ടികളായിക്കോട്ടെ, ആൺകുട്ടികൾ, അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാവരും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നോട്ടം കൊണ്ട് പോലും അപമാനിക്കപ്പെട്ടു എന്നൊരു ഫീലിംഗ് എനിക്കുണ്ടായിട്ടില്ല. യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കൊരു കാറുണ്ടാവും തിരുവനന്തപുരത്ത് ചെല്ലുമ്പോൾ. എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ അന്ന് കേരള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെയാണ് കൂണ് പോലെ കുറേ കണ്ണൂർ യൂണിവേഴ്സിറ്റി, MG മഹാത്മാഗാന്ധി. പണ്ട് കേരളയും കാലിക്കട്ടും മാത്രമേ ഉള്ളൂ സംസ്കൃത യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോഴാണ് വന്നത്. മറ്റേ രണ്ട് യൂണിവേഴ്സിറ്റിയേ ഉള്ളൂ. അപ്പോൾ കാറിൻ്റെ ഉള്ളിലേക്ക്, അന്ന് കാറൊന്നും ആർക്കില്ല, ഒരു അംബാസിഡർ കാർ എനിക്കറിയില്ല, ഗ്രീൻ കളർ ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെയും പിടിച്ച് എവിടെയെങ്കിലും ഇവന്മാരൊക്കെ കൂടി ഇടിച്ച് കയറും. നമുക്ക് ഒരു വീർപ്പ് മുട്ടലോ ഒരു ഇത് ഈ വീഡിയോ കണ്ടപ്പോൾ നമുക്ക് തോന്നിയ പോലത്തെ ഒരു ബുദ്ധിമുട്ടോ വൈക്ലഭ്യമോ ഒന്നും തോന്നിയിട്ടില്ല. സഹപ്രവർത്തകരായിരുന്നു. പക്ഷേ എന്തുകൊണ്ടാണ് ചെറിയാൻ ഫിലിപ്പിനെ പോലൊരു വ്യക്തി ഇങ്ങനെ പെരുമാറിയതെന്ന് എത്ര ആലോചിച്ചിട്ടും മീഡിയ ഉണ്ട്. പിന്നെ ഇടയ്ക്ക് വെച്ച് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയിട്ട് എന്താണ് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെ വന്ന് അവിടെ കുറേ പദവികളിലിരുന്നു. ഉമ്മൻചാണ്ടി A ഗ്രൂപ്പിൻ്റെ ആളായിരുന്നു. എന്നിട്ട് ഉമ്മൻചാണ്ടിയുടെ എതിരെ അദ്ദേഹം മത്സരിച്ചു. എവിടെയൊക്കെ പ്രശസ്തിയുണ്ടോ അവരുടെയൊക്കെ എതിരെ മത്സരിച്ചിട്ടുണ്ട്. മുരളീധരനെതിരെ മത്സരിച്ചില്ലേ കോൺഗ്രസ്സിലിരുന്നിട്ട്? ഇപ്പോൾ 20ാമത്തെ വയസ്സിൽ ഞാൻ KSUയോട് കൂടെ തന്നെ രാഷ്ട്രീയം വേണ്ടാന്ന് വെച്ച് ജേർണലിസ്റ്റായിട്ട് മുഴുവൻ സമയം പ്രവർത്തിച്ചാണ്. അതിനുശേഷം ഞാൻ 52 വയസ്സായപ്പോഴാണ് BJPയിൽ വന്നത്. കാണുന്ന ആൾക്കാർക്ക് വേണ്ടി പറയാണ്, വന്ന ഉടനെ തുടങ്ങി നിങ്ങൾ കോൺഗ്രസ്സുകാരിയായിരുന്നില്ല, കോൺഗ്രസ്സിലേക്ക് പോയിട്ടേ ഇല്ല. അതും കൂടി ഒരു എക്സ്പ്ലനേഷനായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കോളേജ് കഴിഞ്ഞപ്പോൾ തന്നെ വേണ്ടാന്ന് വെച്ച് മാതൃഭൂമിയിലേക്ക് ജേർണലിസ്റ്റായിട്ട് ജോലി കിട്ടി. എനിക്ക് വളരെ സ്നേഹപൂർവ്വം രാജീവ് ഗാന്ധി എന്നെ വിളിച്ചതാണ് മുഗൾ വാസനിക്ക് വരെ. ഞാൻ പോയില്ല. അത് എക്സ്പ്ലനേഷനായിട്ട് പറയാനത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒട്ടനെ അങ്ങോട്ട് തുടങ്ങും, കോൺഗ്രസ്സുകാരിയായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയല്ല, നമ്മളുടെ സബ്ജക്റ്റ്, നമ്മൾ രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ ജനങ്ങളുടെ ആയിട്ട് ഇടപഴകുമ്പോൾ നമ്മൾ ക്യാമറ കണ്ണുകളിലാണ്. നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മളുള്ള സമയത്തോ പോലെയൊന്നും അല്ല. അന്ന് നമുക്ക് മൊബൈലൊന്നും ഇല്ലല്ലോ. അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞ് ഒരു പേജർ വന്നേ, അത് കഴിഞ്ഞ് എത്രയോ കൊല്ലം കഴിഞ്ഞ് ചെറിയ ഈ തീപ്പെട്ടി പോലത്തെ ഒരു മൊബൈൽ വന്നത്. ഇപ്പം എല്ലാം നമ്മളുടെ ക്യാമറയിലുണ്ട്. ആ സമയത്ത് മാന്യമായിട്ട് പെരുമാറുക എന്നുള്ളത് എല്ലാവരുടെയും മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ചെറിയ നോട്ടം കൊണ്ടോ ഒരു ചെറിയ ടച്ച് കൊണ്ടോ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന പോലെ ആരും പ്രവർത്തിക്കുക. അത് പുരുഷന്മാർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്, നമ്മളത് കാണുന്നില്ല. പുരുഷന്മാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നുണ്ട്, അവർക്കും അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. പക്ഷെ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ ഉടനെ പ്രശ്നമായി അല്ലേ? അങ്ങനെയും ഉണ്ടായിട്ടുണ്ട് സംഭവം. എന്താണ് കാണിക്കുന്നത്, നിങ്ങൾ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ അതും പ്രശ്നം. അവന് അഹങ്കാരമായില്ലേ, അതായില്ലേ, ഇതായില്ലേ എന്ന് അതിനും പ്രശ്നം ഉണ്ടാക്കും. ചെറിയാൻ ഫിലിപ്പിൻ്റെ കാര്യം നമുക്ക്
CPM-ലായിരുന്നെങ്കിൽ തീവ്രതാ മെഷീൻ കൊണ്ടൊന്ന് അളക്കാമായിരുന്നു അല്ലേ? അതെ. ഈ കോൺഗ്രസിന് ആ മെഷീൻ ഇല്ല. ആ ഒരു മെഷീൻ ഇനി കണ്ടുപിടിക്കേണ്ടി വരും. ചെറിയാൻ ഫിലിപ്പ് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു മെഷീൻ കണ്ടുവയ്ക്കേണ്ടി വരും. ഇദ്ദേഹം ചാഞ്ചാടി നടന്നൊരു വ്യക്തിയാണ് അല്ലേ? അതെ. ആദ്യം കോൺഗ്രസ്സിൽ, പിന്നെ അദ്ദേഹം ഇടതുപക്ഷ ഉമ്മൻചാണ്ടിയുടെ കൂടെ നിന്നു. കോൺഗ്രസ് എ വന്നപ്പോൾ അവരുടെ കൂടെ നിന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇപ്പോൾ KTDCയുടെ ഒക്കെ ചെയർമാൻ, അധികാര കസേരകൾ GV രാജ ഇതിൻ്റെ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ അങ്ങനെയായി. അപ്പോൾ അദ്ദേഹം, ഞാൻ പറയുന്നത്, എവിടെ അധികാരമുണ്ടോ അങ്ങോട്ടേക്ക് പോകാനായിട്ട് പരിശ്രമിക്കുന്നൊരു വ്യക്തിയായിട്ടാണ് നമുക്കൊന്ന് കാണണം. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഇഷ്ടമില്ലാണ്ടാവുമ്പോൾ അദ്ദേഹം അവിടെ വിട്ടു. കോൺഗ്രസ്സിൽ പോയി, കമ്മ്യൂണിസ്റ്റിൽ പോയി, തിരിച്ച് കോൺഗ്രസ്സിലേക്ക് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് കോൺഗ്രസ് 5 കൊല്ലം ഉണ്ടല്ലോ, ഏതൊക്കെ എന്താണ് സ്ഥാപനങ്ങളുടെ ചെയർമാൻ സ്ഥാനം കിട്ടും, ഇൻഡിപെൻഡൻറ്റ് ചെയർമാനായിട്ട് പലതും വരുന്നുണ്ടല്ലോ, അതൊക്കെ കിട്ടുന്ന അറിയാൻ വേണ്ടിയിട്ടായിരിക്കും അദ്ദേഹം ആദ്യമേ തന്നെ അവിടെ വന്ന് നിൽക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം അവിടെ വന്ന് നിൽക്കേണ്ട ആവശ്യമില്ല, ഇത്രയും മോശമായിട്ട് പെരുമാറേണ്ട ആവശ്യമില്ല. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ പുതിയ MLA-മാർ, അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ, അവർ ശ്രദ്ധിക്കേണ്ടത്, ആവശ്യമില്ലാണ്ട് കുറേ പിണറായി സഖാവ് പറഞ്ഞല്ലോ, ധാരാളം കപടമുഖങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടാവും, അധികാര സ്ഥാനങ്ങളിലേക്ക് കയറിക്കൂടാനായിട്ട് പലരും ഉണ്ടാവും, അവരെയൊക്കെ അകറ്റി നിർത്തുക. പ്രത്യേകിച്ചും ചെറിയാൻ ഫിലിപ്പിനെ പോലെ ജിബി മേത്തർ എന്ത് പറഞ്ഞാലും അത് ശരിയല്ല. അദ്ദേഹം വന്ന് കാട്ടിക്കൂട്ടിയത് വൈകൃതത്തിൻ്റെ ഒരു ലിമിറ്റിലെത്തുന്ന കാര്യം തന്നെയാണെന്ന് ഒരു മുതിർന്ന സ്ത്രീ എന്ന നിലയിൽ, വേറൊന്നും വേണ്ട, ഞാൻ പറയുന്നു. അത് ഇനി അദ്ദേഹം പോകെ ഇത്രയ്ക്കും എക്സൈറ്റ്മെൻറ്റ് കാണിക്കണ്ട. അതിനെ കാണിക്കണം നിർബന്ധം ഉണ്ടെങ്കിൽ പുരുഷരായ സഹപ്രവർത്തകരോട് കാണിച്ചോളൂ. നമ്മുടെ ഇന്ത്യക്കൊരു കൾച്ചറുണ്ട്, നമ്മൾ കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലൊക്കെ ഒരു ഫോറിൻ കൾച്ചറിൽ അത് നാച്ചുറലായിട്ട് കാര്യം കണ്ടാലും അവർ വേഗം ഹഗ് ചെയ്യും, അത്രയേ ഉള്ളൂ. ഹവായും ചോദിക്കും, ഒരു ചുംബനം തരും, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ആ ലെവലിലേക്ക് എത്തിയിട്ടില്ല. നമ്മളുടെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ഓൾഡ് സ്കൂൾ തന്നെയാണ്. ഇപ്പോഴത്തെ ജെൻസിയിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. ചെറിയാൻ ഫിലിപ്പൻ ജെൻസിയിലേക്ക് എത്തിയതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഒരു ബെനിഫിറ്റ് ഓഫ് ഡൗട്ട് നമുക്ക് കൊടുക്കാം.